കർണാടകയിലേക്കാണ്. അവിടെ മുഖ്യമന്ത്രിയായി DK ശിവകുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. സ്ഥാനമൊഴിഞ്ഞ സിദ്ധരാമയ്യയെ ഇന്നലെ AICC പ്രവർത്തക സമിതിയിൽ ഉൾപ്പെടുത്തിയിരുന്നു. DKയോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യേണ്ട 13 പേരുകൾ ഇന്നലെ ഹൈക്കമാൻഡ് അംഗീകരിച്ചു. യെസ്, ടി ധനസുമോദ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. സുമോദ്, അങ്ങനെ ഒരു വലിയ ചർച്ചകൾ, ആരൊക്കെയാണ് കൂടുതൽ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത്, ആരൊക്കെ മന്ത്രിസ്ഥാനത്തേക്ക് വരണം, ഒപ്പം തന്നെ വരാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കണം, അങ്ങനെ വിശാലമായ ചർച്ചകളാണ് നടന്നത്. അങ്ങനെ എല്ലാത്തിനും ഒടുവിൽ 13 പേർ ഇന്ന് DKയ്ക്കൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് അറിയുന്നു. അപ്പോൾ കാര്യങ്ങളിലൊക്കെ വളരെ സ്മൂത്തായി തന്നെ ഒരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സുമോദ്. ഇൽസി, അങ്ങനെ കഴിഞ്ഞ 6 മാസമായി നടക്കുന്ന മാരത്തോൺ ചർച്ചകൾക്കാണ് ഏറ്റവും ഒടുവിൽ അതിൻ്റെ ഫലം കണ്ടുകൊണ്ട് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഗവർണർ 4 മണിക്കാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത്. ലോക് ഭവനിലെ ഗ്ലാസ് ഹൗസിലാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ജിൽസി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2.5 വർഷമായിരുന്നു ഓരോ മുഖ്യമന്ത്രിമാരും അവർ മുഖ്യമന്ത്രി പദം പങ്കിടട്ടെ എന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ആദ്യ 2.5 വർഷം സിദ്ധരാമയ്യ, അതിനുശേഷം 2.5 വർഷം DK ശിവകുമാർ എന്ന നിലയിലായിരുന്നു. പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പങ്കിടൽ ഒരിക്കലും കൃത്യമായ സമയത്ത് ഈ ആദ്യ മുഖ്യമന്ത്രി ഒഴിഞ്ഞു കൊടുക്കാറില്ല. അതിൻ്റെ ഒരു പരിണിത ഫലം ഉണ്ടാകുന്നത് പലപ്പോഴും അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വലിയ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പരാജയമാണ്. പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും കോൺഗ്രസ് മൊത്തം ഒലിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് പോയതുപോലും ആ തരത്തിലായിരുന്നു. 2.5 വർഷം എന്നതിന് പകരം ഏറ്റവും ഒടുവിൽ 6 മാസം മാത്രമായിരുന്നു പഞ്ചാബിൽ നൽകിയിരുന്നത്. പക്ഷേ ഇത്തവണ ഇത് ആവർത്തിക്കരുത്. കാരണം തെക്കേ ഇന്ത്യ കോൺഗ്രസിൻ്റെ ഒരു പിടിയിലാണ്. വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസിന് കടന്നു കയറാൻ കഴിയുന്നില്ല. BJP വളരെ ശക്തമായി തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് ഒരു BJPക്ക് കടന്നു കയറാൻ കഴിയാത്ത ഒരു ഉരുക്കുകോട്ടയായി ഈ തെക്കേ ഇന്ത്യ മാറ്റുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ഇപ്പോൾ കടുത്ത നടപടി എടുത്തിരിക്കുന്നത്. ഷാർപ്പ് ഷൂട്ടർ എന്ന രീതിയിലാണ്, ട്രബിൾ ഷൂട്ടർ എന്ന രീതിയിലാണ് എന്നും DK ശിവകുമാർ അറിയപ്പെട്ടിരുന്നത്. കാരണം നേരത്തെ അഹമ്മദ് പട്ടേലിൻ്റെ അടക്കം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJP കൂട്ടത്തോടെ MLA-മാരെ മാറ്റിക്കൊണ്ടിരുന്ന സമയത്ത്, ഗുജറാത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടിരുന്ന സമയത്ത് കർണാടകത്തിൽ റിസോർട്ടിൽ എത്തിച്ച് അങ്ങനെ അഹമ്മദ് പട്ടേലിനെ രാജ്യസഭയിൽ എത്തിക്കുക വരെ ചെയ്ത ഒരു പ്രധാനപ്പെട്ട നേതാവാണ് DK ശിവകുമാർ. കഴിഞ്ഞ വർഷങ്ങളായി അദ്ദേഹം അവിടെ KPCC പ്രസിഡന്റ് ആയി വർക്ക് ചെയ്യുമായിരുന്നു. മാത്രമല്ല തെരഞ്ഞെടുപ്പ് വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ആളായിരുന്നു. കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 135 MLA-മാരായിരിക്കും ഉണ്ടാകുക എന്ന് പറഞ്ഞ് ഏറ്റവും ഒടുവിൽ ഫലം പുറത്തു വന്നു കഴിഞ്ഞപ്പോൾ ഞെട്ടിപ്പിക്കുന്ന തരത്തിൽ 135 MLA-മാർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ഭരണമാറ്റം വളരെ ശക്തമായിട്ട് തന്നെ വേണം. തമിഴ്നാട്ടിലും കേരളത്തിലുമെല്ലാം പുതിയ മുഖ്യമന്ത്രിമാർ വന്നു. അതുകൊണ്ട് ഇനിയിപ്പോൾ ഭരണമാറ്റമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന നിലപാട് തന്നെയായിരുന്നു DK ശിവകുമാർ സ്വീകരിച്ചത്. അതനുസരിച്ചാണ് ഇപ്പോൾ ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് 13 മന്ത്രിമാരുടെ ലിസ്റ്റാണ് ഹൈക്കമാൻഡിൽ നിന്ന് ക്ലിയർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 10 പേരെങ്കിലും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. കാര്യം ബാക്കി 3 പേർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്നുള്ളൊരു കാര്യം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ മാത്രമായിരിക്കും തീരുമാനിക്കുക. സിദ്ധരാമയ്യ എവിടെ ഇനി ഉൾപ്പെടുത്തും എന്നുള്ളതായിരുന്നു വലിയ തരത്തിലുള്ള ഒരു തലവേദന ഉണ്ടായിരുന്നത്. രാജ്യസഭയിൽ എത്തിക്കാനായിരുന്നു അവരുടെ ഉദ്ദേശം. പക്ഷേ രാജ്യസഭയിലല്ല, തൻ്റെ തട്ടകം കർണാടക തന്നെയാണ്, അവിടെ തന്നെ നിൽക്കാനാണ് തൻ്റെ ഉദ്ദേശം എന്നുള്ളൊരു കാര്യമാണ് സിദ്ധരാമയ്യ പറഞ്ഞത്. സിദ്ധരാമയ്യയുടെ മകൻ യതീന്ദ്രയെ ക്യാബിനറ്റിൽ ഉൾപ്പെടുത്തുന്നു. അദ്ദേഹം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മാത്രമല്ല ഇന്നലെ രാത്രി 10:30-ക്ക് മീഡിയ വൺ തന്നെയായിരുന്നു ആ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത്. സിദ്ധരാമയ്യ പ്രവർത്തക സമിതി അംഗമായി മാറിയിരിക്കുകയാണ്. അത് ഇമ്മീഡിയറ്റ് എഫക്റ്റ് എന്ന രീതിയിലാണ് ഇന്നലെ KC വേണുഗോപാൽ സംഘടനാ ജനറൽ സെക്രട്ടറി റിലീസ് പുറത്തിറക്കിയിരിക്കുന്നത്. അങ്ങനെ സിദ്ധരാമയ്യെ പരമോന്നത സമിതി അംഗമാക്കുകയും DK ശിവകുമാറിനെ മുഖ്യമന്ത്രിയാക്കുകയും ചെയ്ത് ആ പ്രശ്നം താൽക്കാലികമായി പരിഹരിച്ചിരിക്കുകയാണ് കർണാടകയിൽ.